നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അവർ ആ ഒരു റിലേഷനിൽ ഹാപ്പി ആണോ എന്നുള്ളത് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, എക്സ്ട്രാമാരിറ്റൽ അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം. കിങ് ഓഫ് സോർട്സ് എനർജിയാണ്. തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഒരുപാട് ടെൻഷൻ ആയി നിൽക്കുന്ന ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് എന്നുള്ളതാണ്. മാത്രമല്ല അവർക്ക് അവിടെ ഒരു സ്വസ്ഥതയോ സമാധാനമോ ഇല്ലാതെ നിൽക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. എപ്പോഴും ഓരോ കാര്യങ്ങൾ അവരെ ഇങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തേർഡ് പാർട്ടി ആണെങ്കിൽ എപ്പോഴും അവരെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്ന, അല്ലെങ്കിൽ എപ്പോഴും വഴക്കിടുന്ന, അല്ലെങ്കിൽ അവർക്കൊരു സമാധാനം കൊടുക്കാത്ത ഒരു സിറ്റുവേഷനാണ് കാണിക്കുന്നത്. അവർ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഒരിക്കലും ഒരു സന്തോഷം എന്താണെന്ന് അവർ അറിയുന്നില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. ഹാപ്പി ആയിട്ടൊരു നിമിഷം പോലും അവർക്ക് ഇരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് കാണിക്കുന്നത്. ഒരു മനസമാധാനം ഇല്ലാത്ത ഒരു റിലേഷനിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. 4 ഓഫ് വാൺസ് എനർജിയാണ്. അവരുടെ മനസ്സിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുമായിട്ടുള്ള കണക്ഷനിൽ ഒരു റിയൂണിയൻ ഉണ്ടാവണം എന്നുള്ള ഒരു ആഗ്രഹം നിങ്ങളുടെ പേഴ്സൺ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ ഒരു റിയൂണിയൻ ഉണ്ടാവണം, നിങ്ങളോട് സംസാരിക്കണം, അവരുടെ ഇഷ്യൂസ് നിങ്ങളോട് ഷെയർ ചെയ്യണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇനി ഇഷ്യൂസ് പറഞ്ഞില്ലെങ്കിലും സത്യം പറഞ്ഞാൽ നിങ്ങളുമായിട്ടൊന്ന് സമയം സ്പെൻഡ് ചെയ്താൽ അവർക്ക് ഒരുപാട് ആശ്വാസമാവും എന്നുള്ളതാണ്. നിങ്ങളെ കണ്ട് നിങ്ങളോട് സംസാരിച്ചാൽ അവരുടെ മനസ്സിൽ ഇപ്പോഴവർ അനുഭവിക്കുന്ന ആ ഒരു സ്ട്രെസ്സിൽ നിന്ന് അവർക്ക് പുറത്തു വരാൻ സാധിക്കും എന്ന് അവർ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ദ ഫൂൾ കാർഡാണ്. അവരിപ്പം കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത് അത്രയും സ്ട്രഗിൾ സിറ്റുവേഷനിലൂടെയാണ് എന്നുള്ളതാണ്. പക്ഷെ ആ ഒരു അവരുടെ മുന്നിലുള്ള പ്രതിസന്ധികളെ അവർക്ക് തരണം ചെയ്യാൻ പറ്റുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് പുറത്തു വരാൻ അവർക്ക് ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷെ ആ ഒരു സ്ട്രഗിൾ ചെയ്യുന്ന സിറ്റുവേഷൻ അവർക്ക് കൂടുതൽ മുന്നോട്ട് വരാനുള്ള ഒരു കരുത്ത് നൽകുന്നതായിട്ട് കാണുന്നുണ്ട്. അവർ റിലേഷനിൽ നിന്ന് പുറത്ത് കടക്കാൻ അവർക്ക് സാധിക്കും എന്നുള്ള ഒരു ചിന്തയിൽ അവർ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. 2 ഓഫ് കപ്സ് എനർജിയാണ്. 2 ഓഫ് കപ്സ് എനർജിയാണ്. ഇവിടെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻ എന്ന് പറയുന്നത് ഒരു സോൾ കണക്ഷൻ ആണ് എന്നുള്ളത് നിങ്ങളുടെ പേഴ്സൺ അറിയാം എന്നുള്ളതാണ്. ആ ഒരു സോൾ കണക്ഷൻ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അതുകൊണ്ടാണ് അവർക്ക് നിങ്ങളുമായിട്ടുള്ള കണക്ഷനിൽ നിൽക്കുമ്പോൾ മാത്രമാണ് അവരൊരു ഹാപ്പി ആയി നിൽക്കുന്നത്. ഒരു സമാധാനം, ഒരു പീസ് അവരുടെ ലൈഫിൽ അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുമായിട്ടുള്ള കണക്ഷനിൽ നിന്നാണ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ ബോണ്ടിങ്, അല്ലെങ്കിൽ എത്ര തന്നെ ശ്രമിച്ചാലും അകന്ന് മാറാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഒരു അഡിക്ഷൻ പോലെയുള്ള ഒരു ഇമോഷണൽ ബോണ്ടിങ്, ഇതെല്ലാം അവർക്ക് മനസ്സിലാവുന്നത് ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണക്ഷൻ അവരുടെ ലൈഫിലോട്ട് വന്നിട്ടുള്ളത് ഒരു സോൾ കണക്ഷൻ ഉള്ളത് കൊണ്ടാണെന്നുള്ള തിരിച്ചറിവ് അവരുടെ മനസ്സിലുണ്ട്. എന്തോ ഒരു കണക്ഷൻ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഉണ്ട് എന്നുള്ളത് നിങ്ങളുടെ പേഴ്സണ് അങ്ങനെ ഒരു ഡൗട്ട് അവരുടെ മനസ്സിലൂടെ പോകുന്നതായിട്ട് കാണുന്നത്. സത്യം പറഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഇവർക്ക് വിശ്വാസമൊന്നുമില്ല. പക്ഷെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്തോ ഒരു കണക്ഷൻ ഉണ്ട് ഞങ്ങൾ തമ്മിൽ. അതുകൊണ്ടാണ് ഇത്രയും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കണക്ഷൻ, അല്ലെങ്കിൽ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ ഇടയ്ക്ക് വരുന്നത് എന്നുള്ളത് കേട്ടോ. ദ മജീഷ്യൻ കാർഡാണ്. ഇവിടെ നിങ്ങൾ ചിലപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം ഈ റിലേഷനിലോട്ട് നിങ്ങളെ പേഴ്സൺ തിരിച്ചു വരുന്നതായിട്ട്. അപ്പോൾ ആ ഒരു മാനിഫെസ്റ്റേഷൻ വർക്ക് ആവുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളെ പേഴ്സൺ നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു വരുന്നതായിട്ടും ഈ ഒരു മാനിഫെസ്റ്റേഷൻ വർക്ക് ആവുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ എന്തൊക്കെയാണോ ഈ റിലേഷനിൽ നിന്ന് ആഗ്രഹിച്ചത്, ആ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ മുന്നോട്ട് വർക്കൗട്ട് ആവുമെന്നാണ് കാണിക്കുന്നത് കേട്ടോ. ദ ടവർ മൊമെന്റ് ആണ് വന്നിട്ടുള്ളത്. ഈ തേർഡ് പാർട്ടിയുമായിട്ടുള്ള കണക്ഷനിൽ നിന്ന് അവർ ഒരു എൻഡിങ്ങിലോട്ട് പോകുന്നതായിട്ടാണ്. പെട്ടെന്ന് ഒരു ആഘാതം പോലെ ഈ റിലേഷനിൽ ഒരു എൻഡിങ് വരുന്നതായിട്ടാണ് കാണുന്നത്. അവര് ഈ തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഒരു ഇഷ്യൂസ് ഉണ്ടായി പിരിയുന്ന ഒരു സിറ്റുവേഷൻ, ഒരു വാക്കുതർക്കവും പ്രശ്നങ്ങളും ഉണ്ടായിട്ട് ഈ റിലേഷൻ എൻഡായി പോകുന്ന ഒരു സിറ്റുവേഷനിലോട്ട് ഈ കണക്ഷൻ പോകുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് കൂടി നോക്കാം.
പ്രോമിസ് എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ വാക്ക് തന്നിട്ടുണ്ടായിരിക്കാം ഈ റിലേഷൻ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം, ലൈഫ് ലോങ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നുള്ളത്. ആ ഒരു വാക്ക് അവർ പാലിക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് തിരികെ വരണം എന്നുള്ള ഒരു ടെൻഡൻസി ഉള്ളതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. തിങ്കിങ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ എപ്പോഴും ചിന്തിക്കുന്നതായിട്ടാണ്. നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരുടെ മനസ്സിലൂടെ എപ്പോഴും വന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. പ്രൊട്ടക്റ്റഡ് എന്ന് കാണിക്കുന്നുണ്ട്. ഈ റിലേഷൻ അവരെ എപ്പോഴും അവരുടെ ലൈഫിൽ ചേർത്ത് നിർത്താൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരിക്കലും ഇത് നഷ്ടപ്പെടരുത്, അവരുടെ ലൈഫിൽ എപ്പോഴും ഇത് വേണം. ഇനി തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻഡ് ആയി പോയാലും ഈ റിലേഷൻ അവരുടെ ലൈഫിലോട്ട് ചേർത്ത് പിടിക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. ജനുവരി, ഉത്രട്ടാതി, ഉത്രം, വിശാഖം, 1991, 1997, നവംബർ, 1985, ലെറ്റർ സി, 1986. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.